ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂവും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റായി പോയത്, സോറി. ഇത് ഞാൻ ഡിസംബറിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇവിടുത്തെ നാഷണൽ ഡേ വിശേഷങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതും അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. ഇതിന്റെ താഴെ കൂടി ഒരു കായലുണ്ട്, പക്ഷെ ഇപ്പോൾ അത് ഫുള്ള് വറ്റി പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എയർപോർട്ടും കാണാം. അങ്ങനെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം കുറച്ച് നടന്നാലെന്ന് ഞാൻ ചേട്ടടുത്ത് ചോദിച്ചു. അപ്പോഴേക്കും ചേട്ടൻ ഓക്കെ, എതിർപ്പൊന്നും പറഞ്ഞില്ല. ആ മറുപടി കേട്ടതും നമ്മൾ നടക്കാൻ തുടങ്ങി. വെറുതെ നടന്നാൽ ഭയങ്കര ബോറല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ അന്താക്ഷരി കളിച്ച് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ സമയം പോയത് എത്ര ദൂരം നടന്നെന്ന് ഞാനും ചേട്ടയും ഓർത്തില്ല. പെട്ടെന്നാണ് നല്ല തിരക്കുള്ളൊരു സ്ഥലം കണ്ടത്. അപ്പോഴേക്കും ഇതെന്തായിരിക്കും സംഭവം എന്ന് കരുതിയിട്ട് ഞാനും ചേട്ടൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പടി കയറുകയാണ്. എങ്ങോട്ട് പോവുകയാണെന്ന് എനിക്ക് പറഞ്ഞു. എങ്ങോട്ടൊക്കെ പോകുന്നു, പടി കയറി പോവും. സൈഡ് ഈ സൈഡേക്ക്. ലിഫ്റ്റ് വന്നു മതിയായിരുന്നു. ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ചേട്ടയ്ക്കാണെങ്കിൽ ഒട്ടും നടക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം, എൻ്റെ ഒരു നിർബന്ധത്തിൽ മാത്രം ചേട്ടൻ ഇങ്ങനെ കയറി വരികയാണ്. ചേട്ടയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നാട്ടിൽ ഞാനായാൽ പോലും തൊട്ടടുത്തൊരു കടയിൽ പോകണമെങ്കിൽ പോലും എൻ്റെ വണ്ടിയിലേ പോകൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് നടക്കാൻ പോകാറുണ്ട്. നടക്കുന്നതിൽ പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ആ വെയിറ്റും തൂക്കി വരുന്നതാണ് പാട്. ആ സമയത്ത് ചിന്തിക്കും ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ. നമ്മളിപ്പം മൊഹറാക്കിലെ മെയിൻ റോഡിനടുത്ത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് എങ്ങോട്ടാണെന്നോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ ഒന്നും എനിക്കും ചേട്ടയ്ക്കും അറിയില്ല. എല്ലാവരും നടന്നു പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ നമ്മളും പോകുന്നുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ബീച്ച് സൈഡായിരുന്നു, നൈസായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബഹ്റൈനിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു വ്യൂ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു ഇന്നത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഹോൾ ബഹ്റൈൻ ഇങ്ങനെ റൗണ്ടിനിങ്ങനെ കാണാമായിരുന്നു. ആ ഏറ്റവും മുകളിലത്തെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബഹ്റൈൻ ഫുള്ളിങ്ങനെ കാണാമായിരുന്നു. ഇതെന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടായിരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട്. താഴോട്ട് ഇറങ്ങാമോ? ഇവിടെ വന്നിട്ട് ഏറ്റവും നല്ലൊരു സ്ഥലം കണ്ടിരിക്കും. അവസാനം കടൽ കണ്ടിരിക്കുക.
അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ വർക്കലയിൽ ഉണ്ടായിരുന്നില്ലേ കടലിൻ്റെ നടുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവിടെ ഫ്ലോട്ടിംഗ് ഇല്ല, സാധാ ഒരു ബ്രിഡ്ജ്. വർക്കലയിലും കയറാൻ പറ്റിയില്ല. ഇവിടെയെങ്കിലും കയറണമെന്ന് കരുതി ചേട്ടൻ ഇനി ഉന്തി തള്ളി കൊണ്ടുപോവുകയാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്, പക്ഷേ ടിക്കറ്റ് എടുക്കാനായിട്ട് കുറേ ദൂരം അങ്ങ് നടക്കണം. അപ്പോൾ ഒരു ഓളത്തിന് നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് തിരിച്ചു പോകാൻ വയ്യായിരുന്നു, അതുകൊണ്ട് ബോട്ടിങ്ങിന് പോയില്ല. നാഷണൽ ഡേയ്ക്കായിരുന്നു ഈ ബോട്ടിംഗ് സർവീസ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനത് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അടിപൊളി ദിവസമായിരുന്നു. നൈസ് വ്യൂ ആയിരുന്നു, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്കത് ഫീൽ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇങ്ങോട്ടൊരു ഓളത്തിന് വന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നന്നായിട്ട് പ്രയാസപ്പെട്ടു. നടക്കാൻ ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം എനിക്ക് തന്ന ചേട്ടയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.